നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ കൽപ്പറ്റ സെന്റർ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചു നടത്തുന്ന ആലോചനാ യോഗം മെയ് 24 നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 കൽപ്പറ്റ പത്മപ്രഭ ഗ്രന്ഥാലയത്തിലെ MP വീരേന്ദ്രകുമാർ ഹാളിൽ ചേരുന്ന യോഗത്തിൽ കൽപ്പറ്റയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും പാലിയേറ്റീവ് കെയർ സന്നദ്ധ പ്രവർത്തകരും പങ്കെടുക്കും. 2024 ഒക്ടോബർ മുതൽ കൽപ്പറ്റ ചുണ്ടൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് നിലവിൽ 170-ൽ പരം രോഗികൾക്ക് പരിചരണം നൽകുന്നുണ്ട്. പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ നിന്ന് പ്രതിദിനം ശരാശരി 12ഓളം പേരും സേവനം നേടുന്നു. ആൽഫ ആശിഷ് കെയർ ഹോം അംഗമായിരിക്കെ നിര്യാതയായ കൂർക്കഞ്ചേരി കുണ്ടുപറമ്പിൽ കല്യാണി അമ്മയുടെ അടിയന്തര കർമ്മങ്ങൾ ഇന്ന് ആശിഷ് കെയർ ഹോമിൽ നടത്തി. പൂജകൾക്ക് ശേഷം കല്യാണി അമ്മയുടെ ഫോട്ടോയിൽ ആൽഫ കുടുംബാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. കല്യാണി അമ്മയുടെ സഞ്ചയന കർമ്മം ഞായറാഴ്ച മതപരമായ ചടങ്ങുകളോടെ നടത്തിയിരുന്നു. ചടങ്ങുകൾക്ക് രാഹുൽ ശാന്തി നേതൃത്വം നൽകി. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിന്റെ ഹോസ്പീസ് കെട്ടിട നിർമ്മാണത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചു. 7000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഭാഗമാണ് കോൺക്രീറ്റ് നടത്തിയത്. കെട്ടിടം എത്രയും വേഗം പണി പൂർത്തീകരിച്ചു കിടത്തി ചികിത്സാ സൗകര്യങ്ങളോടെ പ്രവർത്തിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് KA ഖദീജാബി, സെക്രട്ടറി EV രമേശൻ, ട്രഷറർ CK തിലകൻ, വൈസ് പ്രസിഡന്റ് PK റഹീം, നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ കരീം വേണാട്ട്, സെയ്തു KK, താഹ കാട്ടുപറമ്പിൽ, ഇക്ബാൽ പടിയത്ത് തുടങ്ങിയവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.